പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. വിഷു എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത ഓണം ആവാറായല്ലോ, ഇപ്പോഴാണ് വിഷു വ്ളോഗ് ഇടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി കേട്ടോ. എന്തായാലും വിഷുവിനടുത്ത വ്ളോഗല്ലേ, അതിപ്പോഴങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി, ഇനിയും താമസിക്കണമെന്ന് കരുതി. അതാണ് കേട്ടോ ഞാൻ ഉടൻ തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം വിഷുവിൻ്റെ അന്ന് രാവിലെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കേട്ടോ, കൃഷ്ണനെ നിവേദിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ എല്ലാ വർഷവും എന്നെ വീട്ടിൽ അമ്മയാണ് വീഡിയോ കോൾ വഴി വിളിച്ചിട്ട് വിഷു കണി കാണിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വട്ടം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ തന്നെ കണ്ണടച്ച് വന്നിട്ട് എൻ്റെ വീട്ടിലെ കണി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയത്. അപ്പം അമ്മയുടെ അടുത്ത് ഞാൻ ടൈം പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ 4 മണിയായപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് എല്ലാമൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഞാനാണ് ഇവിടെ ഫസ്റ്റിലെ എഴുന്നേറ്റ് വിഷുക്കണി ഒരുക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരെയും പോയി വിളിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും ഒക്കെ ഞാൻ ഒരു റൂമിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചേട്ടൻ ഇന്നലെ കുറച്ച് ഒരു 10-11 മണിയായപ്പോഴും വന്നിരുന്നു. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് നല്ലോണം ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷുവിൻ്റെ സാധനങ്ങൾ മേടിക്കാനൊന്നും പുറത്ത് പോകാനൊന്നും പറ്റില്ല. എല്ലാ വട്ടവും നമ്മുടെ ഇവിടെ ബഹറിൽ ഗുദേബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയാളി കടയുണ്ട്, അൽഫനാർ എന്നാണ് പേര്. അവിടെ പോയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും വിഷു ആയാലും ഓണം ആയാലും അവിടെ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അവിടെ അങ്ങോട്ട് ചെന്നാൽ മതി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ കാണും. അപ്പോൾ അവിടെ നിന്നാണ് സാധാരണ വിഷു ആയാലും ഓണത്തിനൊക്കെ ആയാലും മേടിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ താമസിക്കുന്നത് നിന്ന് കുറച്ച് ദൂരെയാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടനില്ലാതെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആണ്. ചക്കയൊക്കെ മിസ്സിങ് ആണ്. ഞാനിപ്പം തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് കണി കാണാൻ പറ്റിയ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അവിടുത്തെ. അതും നമ്മുടെ നാട്ടിലെ പോലത്തെ നാടൻ ഫ്രൂട്ട്സൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഈ വട്ടം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ എനിക്ക് കണിക്കൊന്നപ്പൂ കിട്ടില്ലായിരുന്നു. ഇവിടെ കണിക്കൊന്നപ്പൂവിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. അപ്പം ഞാനിങ്ങനെ കുറേ തപ്പിയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വഴി എനിക്ക് കുറച്ച് പൂവ് കിട്ടി. അതും വലിയ ശോഷിച്ച പൂവൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂവൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ വട്ടം എല്ലാം ഒരു ഒപ്പിക്കലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്നാലും എല്ലാം നല്ല രീതിയിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ വേറെ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ എല്ലാം ഒരുക്കുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അരളിപ്പൂവൊക്കെ കിട്ടി. അത് വെച്ചിട്ട് ഞാൻ കൃഷ്ണന് മാലയൊക്കെ കെട്ടി. അങ്ങനെയൊക്കെയാണ് ഈ വട്ടം ഞാൻ വിഷുക്കണി ഒരുക്കിയത്. അപ്പം വിഷുക്കണി ഒരുക്കാനായിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അവരെ പോയി വിളിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേട്ടനെ വിളിക്കും, പിന്നെ പിള്ളേരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വിഷുക്കണി കാണുന്നത് കേട്ടോ. അപ്പം ഈ വട്ടം ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ വട്ടം നമ്മൾ പുതിയ വീട്ടിൽ താമസം മാറിയിട്ട് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഇല്ലെങ്കിലും അതിൻ്റെ വിഷമമൊന്നുമില്ല. കാരണം നമ്മുടെ ഭഗവാൻ നമ്മുടെ കയ്യിലുള്ള എന്ത് വെച്ചാലും അത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വിഷമമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാം ക്യാൻഡിൽസ് അതെല്ലാം ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വിഷുക്കണി ഒരുക്കിയത്. പക്ഷേ ഒരുക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കര തുറക്കില്ല അവിടെ
രണ്ടുപേരെയും വിളിച്ച് വിഷുക്കണിയൊക്കെ കാണിച്ച് രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. കുറച്ച് നേരത്തെയാണ് ഞാൻ വിളിപ്പിച്ചത്, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണിയൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ സമയം പോകും. 6:50 ബസ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ടാണ് രണ്ടുപേരും നല്ല ക്ഷീണത്തിലാണ്. പിന്നെ ഞങ്ങൾ കൈനീട്ടമൊക്കെ കൊടുത്ത് വിഷുക്കണിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് രണ്ടുപേരും ഹാപ്പിയായി, രണ്ടുപേരും ഭയങ്കര സന്തോഷമായി. പിന്നെ ആകെ ഒരു വിഷമം ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളിൽ പോകണമല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഇനി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ തുടക്കം തന്നെ ലീവ് ആക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ വിഷു വേറെ സ്പെഷ്യലായിട്ട് ഇതൊന്നുമില്ല ചേട്ടനെ. പിന്നെ ഞാൻ എല്ലാ വർഷവും വിഷു സദ്യയും ഓണസദ്യയും പിന്നെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ സദ്യ ഉണ്ടാക്കാറാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഈ വട്ടം ഒരു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് 2 സദ്യ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വിഷുക്കണിയൊക്കെ കണ്ടു. നന്നക്കുട്ടനും ഷോമോളും ഒക്കെ പോയാലും സ്കൂൾ തുറന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ലീവ് ആക്കണമെന്ന് എഴുതി. അങ്ങനെ രണ്ടുപേരും മനസ്സോടെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പം 6:50 ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ബസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. വിഷു ആണെന്നുള്ളൊരു ഇത് രാവിലെ ആ കണി കണ്ടപ്പോഴാണ് വിഷു ആണെന്നുള്ളൊരു തോന്നൽ വന്നത് തന്നെ കേട്ടോ. പിന്നെ പിള്ളേരെല്ലാം പോയി ചേട്ടനും പോയപ്പോൾ ഞാനും നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചു ഗുരുവായൂർ അമ്പലമുണ്ട്, അവിടെ ഒന്ന് പോകാമെന്ന് എഴുതി. അപ്പം ഞാനൊരു ഫ്രണ്ട് ചേച്ചിയുടെ വണ്ടിയിൽ പോകാമെന്ന് എഴുതി കേട്ടോ. പക്ഷേ ഞാൻ ഒരുങ്ങി റെഡിയായി വന്നപ്പോഴത്തേക്ക് അവിടെ അമ്പലം അടച്ചിരുന്നു. ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അമ്പലം അടച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിഷുവിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സദ്യയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. 32 കൂട്ടം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെവി സദ്യയായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു പാലട ഡ്രീം കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിഷു കുറച്ചൊന്ന് ഇതാക്കാമെന്ന് കരുതി. ഐറ്റംസ് എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ഞങ്ങൾ 2 സദ്യയാണ് ഓർഡർ ചെയ്തത്. കാരണം പിള്ളേരെങ്ങനെ അധികമൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 സദ്യ ഓർഡർ ചെയ്തു. പക്ഷേ 2 സദ്യയും ഹെവി ആയിപ്പോയി കേട്ടോ. 4 പേർക്ക്, അതായത് വലിയ 4 പേർക്ക് കഴിക്കാൻ പറ്റിയ സദ്യയായിരുന്നു. നല്ല ഹെവി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വയറ് പൊട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയട്ടോ. ഞങ്ങൾ 4 പേര് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും കറികളും ചോറും ഒക്കെ അധികം വന്നതായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ, ഇത്രയൊക്കെ അധികം വന്നു. എന്നാലും നല്ല സദ്യയായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പായസം തന്നെ 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കും വലിയ ഇഷ്ടമാണ് ഇങ്ങനെ സദ്യ ഇലയിലൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മൾക്ക് അഡീഷണൽ 2 ഇല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പപ്പടമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ സെപ്പറേറ്റ് പായസമൊക്കെ വെച്ചായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കഴിച്ചു ഫുള്ളായിട്ട്. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം നമ്മുടെ പാലട ഡ്രീം കേക്ക് ആദ്യമായിട്ടാണ് അത് മേടിച്ചത്. കുറേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് മധുരത്തോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. ഇവിടെ ചേട്ടനും ഷോമോൾക്കുമാണ് വലിയ ഇഷ്ടം. അപ്പം ഞാനൊന്ന് നോക്കിയപ്പോൾ കുറച്ച് മധുരമൊക്കെ ഉണ്ട്. എന്തായാലും അവർ രണ്ടുപേരും കഴിച്ചു. നല്ല ആർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.